CBFിൻ്റെ പ്രസിഡൻ്റ് ആവാൻ ആഗ്രഹം പ്രകടിപ്പിച്ച് റൊണാൾഡോ നാന് ഈ അടുത്ത് വരുന്ന പ്രസിഡൻ്റ് തെരഞ്ഞെടുപ്പിൽ CBFിൻ്റെ പ്രസിഡൻ്റ് തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം മത്സരിച്ചേക്കാം, അദ്ദേഹത്തിന് അതിന് താല്പര്യമുണ്ട് എന്നുള്ള റിപ്പോർട്ടുകളൊക്കെയാണ് ഇപ്പോൾ വരുന്നത്. അദ്ദേഹം പ്രസിഡൻ്റായി കഴിഞ്ഞാൽ ആദ്യം പെപ്പ് ഗാർഡിയോളയെ പരിശീലകനായിട്ട് നിയമിച്ചേക്കും, അതാണ് അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ പരിപാടി എന്നൊക്കെ കുറച്ച് മുന്നേ തന്നെ റിപ്പോർട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ പെപ്പ് ഓൾറെഡി സിറ്റിയുമായിട്ടുള്ള കരാറ് പുതുക്കി 2 വർഷത്തേക്ക് കൂടി, ഏറെക്കുറെ ആ ഒരു കരാറ് കഴിഞ്ഞതിന് ശേഷമൊക്കെ ആയിരിക്കാം ബ്രസീലുമായിട്ടുള്ളൊരു എഗ്രിമെൻറ്റിൽ വരികയാണെങ്കിൽ തന്നെ എത്തുക. അതിന് മുന്നേ ബ്രസീൽ നല്ലൊരു കോച്ചിനെ എത്തിക്കുകയാണെങ്കിൽ അതങ്ങനെ കണ്ടിന്യൂ ചെയ്യുമായിരിക്കാം. നിലവിലിപ്പോൾ നല്ലൊരു CBFിന് നല്ലൊരു പ്രസിഡൻറ്റിൻ്റെയും ആവശ്യമുണ്ട്, അതുപോലെ തന്നെ അതിനെക്കാട്ടിലും നല്ലൊരു പരിശീലകൻ്റെ ആവശ്യം ഒരുപാടുണ്ട്. അല്ലെങ്കിൽ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല ബ്രസീലിൻ്റെ സൈഡിൽ നിന്ന് എന്നുള്ളതാണ്. കാരണം മാസങ്ങളോളമായിട്ട് നിരന്തരമായിട്ട് വേൾഡ് കപ്പ് യോഗ്യതാ മത്സരങ്ങൾ ബ്രസീൽ ടീം കളിക്കുന്നുണ്ട്. അതിലൊന്നും റിസൾട്ട് നമുക്കൊരു പോസിറ്റീവായിട്ടുള്ള റിസൾട്ട് തോന്നിയിട്ടില്ല. അതായത് ഒരു ബ്രസീലിൻ്റെ ഒരു മത്സരം കാണുന്ന ഒരു വ്യക്തിക്ക് എന്താണ് ബ്രസീലിൽ നിന്ന് ആ ഒരു ടീമിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്, എന്തായിരുന്നു മുന്നൊക്കെ ബ്രസീൽ ആ ലെവലിലെത്തിയിട്ടില്ലെങ്കിലും ഒരു വേൾഡ് കപ്പ് പോലുള്ള പ്രധാനപ്പെട്ട വേദികളൊക്കെ വരുമ്പോൾ എങ്ങനെയാണ് ബ്രസീൽ പെർഫോം ചെയ്യേണ്ടത് എന്നുള്ളതൊക്കെ, അല്ലെങ്കിൽ ഈ ഒരു ടീമുമായിട്ട് പോയിട്ട് എന്ത് കാട്ടാനാണ് ബ്രസീൽ എന്നുള്ളതൊക്കെ ചർച്ചകളാണ്, അല്ലെങ്കിൽ ഒരു സംശയമാണ് അല്ലേ. ഏതായാലും റൊണാൾഡോ എത്തിക്കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ വരും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഒരുപാട് മാറ്റങ്ങൾ ബ്രസീലിൽ വരുത്താനുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ അദ്ദേഹം പറഞ്ഞു. അതുപോലെ തന്നെ ബ്രസീലിൻ്റെ നിലവിലെ അവസ്ഥ, നമ്മൾ സൂപ്പർ താരം വിനീഷ്യസ് ജൂനിയറിൻ്റെ ബ്രസീലിലെ അവസ്ഥ ഒക്കെ എടുത്ത് നോക്കുമ്പോൾ എന്താണ് ഇങ്ങനെയൊക്കെ ഇപ്പോൾ ഒക്കെ പോയിട്ട് എന്താണ് കാര്യം എന്നുള്ളതാണ്. വേൾഡ് കപ്പ് യോഗ്യത ലിസ്റ്റിലിപ്പോൾ 5ാം സ്ഥാനത്താണ്, 5ാം റാങ്കിലാണ് ഇപ്പോൾ നിലവിൽ ബ്രസീലുള്ളത്. ഒരു ലോകോത്തര ടീം 5ാം സ്ഥാനത്ത്. വിനീഷ്യസ് റയൽ മാഡ്രിഡിൽ കളിക്കുന്ന ആ രീതിയിൽ ബ്രസീലിന് വേണ്ടിയിട്ട് പെർഫോം ചെയ്യുന്നില്ല എന്നുള്ള പ്രസ്താവനകൾ ഒരുപാടുണ്ട്. പ്രസ്താവനകൾ മാത്രമല്ല, നമ്മൾ കാണുന്ന കാര്യവുമാണ്. റയലിന് വേണ്ടിയിട്ട് കളിക്കുമ്പോൾ ഉള്ള അദ്ദേഹത്തിൻ്റെ പെർഫോമൻസും ബ്രസീലിന് വേണ്ടിയിട്ടുള്ള പെർഫോമൻസും, റയലിൽ അദ്ദേഹം ഫ്രീ ആയിട്ട് അങ്ങ് കയറി മേയണതാണ് നമ്മൾ കാണുന്നത്. പക്ഷേ ബ്രസീലിന് വേണ്ടിയിട്ട് കളിക്കുമ്പോൾ ആ ഒരു ഫ്രീഡം അദ്ദേഹത്തിന് കാലുമേ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ മുഖത്ത് ആ ഒരു എന്താ പറയുക, ഒരു ഇത് നമുക്ക് കിട്ടണില്ല അദ്ദേഹം ബ്രസീലിൽ കളിക്കുമ്പോൾ. അതൊന്നും മാത്രമല്ല, ഒരു പെനാൽറ്റി കിട്ടിയത് അതൊന്നും നഷ്ടപ്പെടുത്തി. ഈ ഒരു ഇൻ്റർനാഷണൽ ബ്രേക്കിൽ വിനീഷ്യസ് തിരിച്ചു വന്ന ഈ ഒരു ഇൻ്റർനാഷണൽ ബ്രേക്കിൽ കളിച്ച 2 മത്സരങ്ങളിലും ബ്രസീലിന് റിസൾട്ട് ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല. അതിന് മുന്നേ കഴിഞ്ഞ ഇൻ്റർനാഷണൽ ബ്രേക്കിൽ വിനീഷ്യസ് ഇല്ലാതിരിക്കെ മത്സരങ്ങൾ വിജയിച്ചു. അപ്പോൾ അതൊക്കെ എടുത്ത് നോക്കുമ്പോൾ വിനീഷ്യസിൻ്റെ പിന്നാലെ തന്നെ ആയിരിക്കാം ഏകദേശം ആൾക്കാരൊക്കെ എന്നുള്ളത് നമുക്കിതിന് മനസ്സിലാക്കാം. ഏതായാലും റൊണാൾഡോ ബ്രസീൽ പ്രസിഡൻ്റ് ആവാൻ ആഗ്രഹം പ്രകടിപ്പിച്ച് വന്നിക്കുകയാണ്. നമുക്ക് അടുത്ത ഇലക്ഷനിൽ CBFിൻ്റെ തെരഞ്ഞെടുപ്പിലൊക്കെ അദ്ദേഹം മത്സരിച്ചേക്കും, അദ്ദേഹത്തിന് താല്പര്യമുണ്ട് എന്ന് ഓൾറെഡി അറിയിച്ചു കഴിഞ്ഞു.